ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ടയാണ്. നമ്മൾ അട്ടയില്ലേ, നമ്മൾ ചോര കുടിക്കുന്ന, അതിന് ഇംഗ്ലീഷ് പേരാണ് ലീച്ച്. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. സർവൈവൽ ആക്ഷൻ ത്രില്ലറാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന രീതിയിലുള്ള നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണുള്ളത്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഞാൻ ആദ്യമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് കുറച്ചുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് ഒക്കെ തന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റും എന്നുള്ളത്. കണ്ണിൽ വിരിയും കാഴ്ചകളെല്ലാം തക്കം പാർത്തിരിക്കുന്നു, ചോര കുടിക്കും അട്ടകളായി നിനക്ക് ചുറ്റും അവരുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവി പേടിത്തൊണ്ടെന്നൊരു സുരാജേട്ടൻ്റെ ഒരു സുഹൃത്തായിട്ട് മധുപാൽ സാറിൻ്റെ മകനായിട്ടൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ഷൻ്റെ പിറകെ മനോജ് ഖാന എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ പുറകെയായിട്ട് ഇങ്ങനെ നടക്കുകയൊക്കെ ആയിരുന്നു. ഈ ഒരു മൂവി വയലൻസ് ബേസ്ഡ് ആണോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഈ സിനിമയിൽ നമുക്ക് 1-2 നല്ല ലേഡി കഥാപാത്രങ്ങളുണ്ട് ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള അടിയും സ്ട്രഗിളൊക്കെ ഉണ്ടെന്നല്ലാതെ ഉണ്ണി മൂന്നര പടം പോലെ പറയാൻ പോലെ അത്ര ഭീകരമായ ഒരു വയലൻസ് ഒന്നും ഈ സിനിമയിലില്ല. പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. ഏത് മൂവി ആണെങ്കിലും കണ്ട് മടുത്ത ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും വരും. എത്ര കഴിവുള്ള ആൾക്കാർ ഇവിടെ വേറെ നിൽക്കുന്നുണ്ടെന്ന് അറിയാം. ഭയങ്കര സങ്കടമായിരുന്നു, കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം പൈസ ഒരുപാട് പൊട്ടി, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പൊട്ടി. ഒരു പ്രൊഡ്യൂസറുടെ രോദനമാണത്. ആക്ട് ചെയ്യുന്നവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആയവർക്ക് പറയാം. ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ക്ലോസ് ഷോട്ടിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ കുറച്ച് ഈസിയാണ്. മമ്മൂട്ടി സാറിനൊക്കെ കണ്ട ഇങ്ങനെയാക്കി ചെയ്യുന്നതാണ്. ഹായ്, ദിസ് ഈസ് അക്ഷയ് കുമാർ, ഞാൻ അക്ഷയ് കുമാർ ബാത് കർ രഹാ ഹൂം. പുതിയ സിനിമ കണ്ടിരിക്കുന്നത് സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ ഒരു നായകൻ വരുന്നു, ഒരു ഹീറോ വരുന്നു, അവരെല്ലാവരും അടിച്ചിട്ട് രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ പുതിയ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് ആരും വരാതിരിക്കരുത്. ഗായത്രി വരുമ്പോൾ സോമേട്ടന് പുതുമുഖമായിരുന്നല്ലോ. എൻ്റെ പേര് അനൂപ് രത്ന. ഞങ്ങളുടെ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലീച്ച് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പ്രൈം പോഡ്കാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഇന്ന് ഞങ്ങളാണ്. ഹായ്, ഞാൻ സന്ധ്യ. ലീച്ച് മൂവിയുടെ വിശേഷങ്ങളുമായി പ്രൈം പോഡ്കാസ്റ്റിൽ ഇന്ന് ഞങ്ങളാണ് നിങ്ങളോടൊപ്പം. ഹായ് സർ. ഹായ് മാം. ഹായ്. ഓക്കെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം നമ്മൾ സിനിമ റിലീസാവാൻ വേണ്ടി പോവുകയാണ്. ലീച്ച് എന്ന് പറയുന്ന സിനിമ നമ്മളതൊരു സൗത്ത് ഇന്ത്യ മുഴുവൻ ഇറക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് ഉള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഇല്ല ലാംഗ്വേജ് ആക്ച്വലി. പക്ഷെ ബാംഗ്ലൂർ നമ്മൾ തമിഴ് സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, കർണാടകത്തിൽ തമിഴ്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഓഡിയൻസ് എന്ത് എക്സ്പെക്ട് ചെയ്താണ് ഈ ലീച്ച് മൂവി കാണാൻ തിയേറ്ററിലേക്ക് വരേണ്ടത്? എല്ലാവർക്കും സിനിമ കാണാൻ വരുന്നത് ഒരു എന്റർടൈൻമെന്റ്, അവരെ ഒരു ത്രില്ലടിപ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു ബോറടിക്കാതെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒരു സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പം നമുക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാരണം നമ്മളും സിനിമകൾ കാണുന്നതാണല്ലോ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലറാണ്, സർവൈവൽ ആക്ഷൻ ത്രില്ലറാണ്. അപ്പോൾ അത് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുന്നിട്ട് ഒരു സമയം ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന രീതിയിലുള്ള നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണുള്ളത്. അപ്പോൾ പുതിയ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് ആരും വരാതിരിക്കരുത്. ഗായത്രി വരുമ്പോൾ സോമേട്ടന് പുതുമുഖമായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ വന്നിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടും അല്ലേ, ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവിയിലെ സന്ധ്യ മാമിന്റെ ഒരു എക്സ്പീരിയൻസ്? അയ്യോ, എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ദ ബെസ്റ്റ് മൂവിയാണ്. എനിക്ക് ആ എക്സ്പീരിയൻസ് ഞാൻ എല്ലായിടത്തും പറയും. എനിക്ക് ഭയങ്കര നല്ല എന്താ പറയുക, ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അനുപേട്ടനാണെങ്കിലും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഭാവിയിലേക്ക് കൂടെ ഉപകാരമുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മുന്നേ ആണെങ്കിലും നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ആക്ടിങ് ക്ലാസ്സുകൾ നമുക്ക് തന്നു. എങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ അതിനകത്ത് കുറേ ആക്ഷൻ ആണല്ലോ കൂടുതലായിട്ടും ഉള്ളത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ആക്ഷൻ മൂവിയാണത്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഞാൻ ആദ്യമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. സന്ധ്യ ഇതിനോട് പറ്റും ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് ഒക്കെ തന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റും എന്നുള്ളത്. അങ്ങനെ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് പോയി. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. സാർ എൻ്റെ പ്രൊഡ്യൂസറാണ്, പ്ലസ് ആക്ടറാണ് അല്ലേ? സാറിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു ജേർണി ഈ മൂവിയില്? ജേർണി ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റും കൂടിയാണ്. അവിടെ തിയേറ്റർ ഡ്രാമകൾ ഒരുപാട് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഇവിടെയും ചെയ്യാറുണ്ട്, നാട്ടിലും ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും പാഷൻ നമുക്ക് സിനിമ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ കഥ എഴുതും. അസിസ്റ്റന്റ് ഡയറക്ടറായി പോയിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലും 2-3 സിനിമകളിലൊക്കെ കുറച്ച് സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ എത്തി. സിനിമ എടുക്കുമ്പോൾ കുറച്ചൊരു ആക്ഷൻ പടം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അതൊരു ജോണർ എനിക്കിഷ്ടമാണ്. പിന്നെ അത് വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ട്. നമ്മൾ കൊറോണയ്ക്ക് ശേഷം OTT വന്നതിന് ശേഷം ആക്ഷൻ പടങ്ങളൊക്കെ നമ്മളെല്ലാവരും എവിടെ വേണമെങ്കിലും എത്തിയാൽ എല്ലാവർക്കും ഭാഷ ഒരു വിഷയമല്ല, എല്ലാവർക്കും അത് കാണാൻ വേണ്ടിയിട്ട് ത്രില്ലർ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ എടുക്കാം എന്നുള്ളപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എടുക്കാമെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി.
അപ്പോൾ പിന്നെ അവിടെ വെച്ച് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴായിട്ട് വരുന്ന ഒരു ക്രിറ്റിസിസമാണ് ഒരു മൂവി ഇറങ്ങുമ്പോൾ വയലൻസ് ഈ ജനറേഷൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മൂവി വയലൻസ് ബേസ്ഡ് ആണോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇത് ഒരു വയലൻസ് ബേസ്ഡ് ആണോ എന്ന് പറഞ്ഞാൽ അധികം വയലൻസ് അല്ല. അതിൽ നമുക്കൊരു സർവൈവൽ ത്രില്ലറാണ്. ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് അവരോട് അടികൂടിയിട്ട് അവർ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അവരെയും കുറച്ച് ഉപദ്രവിച്ചിട്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പൊതുവെ സിനിമയെ കണ്ടിരിക്കുന്നത് സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ ഒരു നായകൻ വരുന്നു, ഒരു ഹീറോ വരുന്നു, അവരെല്ലാവരും അടിച്ചിട്ട് രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ അവിടെയും നിങ്ങൾ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു വുമണായി മാറുകയാണ്. നമുക്ക് തന്നെ പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ. പക്ഷെ നമ്മുടെ ഈ മൂവിയിൽ പ്രതിരോധിക്കുന്നത് സ്ത്രീ തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും മോശം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുഭവപ്പെട്ട അത്രയൊന്നും കൂടുതലുള്ള ഹസ്ബൻഡിന് മനസ്സിലാവണമെന്നില്ല. അവർ ചിലപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറയെങ്കിലും അനുഭവിച്ചത് അവരാണ്. അപ്പോൾ അവർ തന്നെയാണ് അങ്ങോട്ട് പ്രതിരോധിക്കേണ്ടതും ആക്ഷൻ എടുക്കേണ്ടതും. അപ്പോൾ ഈ സിനിമയിൽ നല്ല ആക്ഷൻ മൊമെന്റ്സ് ഉള്ളത് ലേഡീസിനാണ്. നായകനേക്കാൾ കൂടുതൽ ആക്ഷൻ ചെയ്യുന്നത് എല്ലാം ലേഡീസാണ്. ഇവർ നല്ലൊരു ആക്ഷൻ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് വാണി വിശ്വനാഥിനെ പോലത്തെ മാത്രമേ ഉള്ളൂ ഒരു ആക്ഷൻ ഹീറോയിൻ എന്നൊക്കെ പറ്റി മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് 1-2 നല്ല ലേഡി കഥാപാത്രങ്ങളുണ്ട് ആക്ഷൻ ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ തന്നെ ഈ സിനിമയുടെ ഒരു പുതുമയും. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള അടിയും സ്ട്രഗിളൊക്കെ ഉണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു വയലൻസ് ആയിട്ടുള്ളൊരു നമ്മളിപ്പോൾ എൻ്റെ ഉണ്ണി മൂന്നേൻ്റെ പടം പോലെ പറയാൻ പോലെ അത്ര ഭീകരമായ ഒരു വയലൻസ് ഒന്നും ഈ സിനിമയിലില്ല. മാമിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സെയിം തന്നെയാണ് പറയാനുള്ളത്. അത്ര പറയാൻ മാത്രമുള്ള ഒരു വയലൻസ് ഒന്നും അതിനകത്തില്ല. ഈ പറയുന്ന പോലെ സർവൈവലാണ്. ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോകുന്ന ഒരു ഭാര്യയും ഭർത്താവും ആ ഭാര്യയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തിരിച്ചടി കൊടുത്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ അത്രയ്ക്ക് വയലൻസ് ഒന്നുള്ളതല്ല. ലീച്ച് എന്നാണ് മൂവിയുടെ നെയിം അല്ലേ? ഇറ്റ് സക്സ് ബ്ലഡ് എന്നാണ് പോസ്റ്ററിൽ കൊടുത്തേക്കുന്നത്. എന്താണ് ആ പേരിന്റെ ഒരു? ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ടയാണ്. നമ്മൾ അട്ടയില്ലേ, നമ്മൾ ചോര കുടിക്കുന്നത്, അതിന് ഇംഗ്ലീഷ് പേരാണ് ലീച്ച്. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, നമ്മൾ ചോര ഈ അട്ടയുടെ സ്വഭാവം നമ്മൾ അത് കടിക്കുമ്പോൾ നമ്മൾ അറിയില്ല. അത് അപ്പം തന്നെ നമ്മൾ ഉപ്പോ എന്ന് കിട്ടാൻ അതങ്ങ് പോയിക്കോളും. പിന്നെ ചെറിയ ചൊറിച്ചിലുണ്ടാവും. ആ ചൊറിച്ചിൽ 2-3 ദിവസം ഉണ്ടാവുന്നേ ഉള്ളൂ, അതങ്ങ് വിട്ടേക്കാം. പക്ഷേ നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, കടിക്കുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ചോര മുഴുവൻ കുടിച്ച് നമ്മൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ കഥയും ബേസിക്കലി. നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പലരും ഉണ്ട്, ചിരിച്ചിട്ടുണ്ട്, ഫ്രണ്ട്ലായിട്ട് നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. പക്ഷെ അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ സിനിമയ്ക്ക് പേര് ലീച്ച് ഇറ്റ് സക്സ് ബ്ലഡ് എന്നിട്ടിരിക്കുന്നത്. കാണാൻ ചെറുതാണെങ്കിലും പിടിച്ചാൽ പിടിവിടത്തില്ല. അതാണ് ഈ സിനിമയിൽ കൂടെയും പറയുന്നത്. ലൊക്കേഷനിൽ തന്നെ ഒരു ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കിട്ടിയത് അട്ടയുടെ കടിയാണ് ഫസ്റ്റ്. അതിൽ തന്നെ നമുക്കത് ഭയങ്കര ഫീൽ ചെയ്തു. അത് കഥയുമായിട്ട് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഡയറക്ടറും സജസ്റ്റ് ചെയ്തു, എനിക്കും തോന്നി, ഓക്കെ ആയി തോന്നി. അങ്ങനെ തീരുമാനിച്ചു. വയനാടിന്റെ ഭംഗി ഈ സിനിമയിൽ നന്നായിട്ടുണ്ട്. വയനാടിനെ എങ്ങനെ ഭംഗിയാക്കി കാണാൻ പറ്റും? വയനാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. എല്ലാം അങ്ങനെയാണ്. ഈ പറഞ്ഞപ്പോഴാണ് ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഡയറക്ടറിനെ പറ്റി അധികം സംസാരിക്കുന്നത് കേട്ടില്ല. ആരാണ് ഡയറക്ടർ? എന്താണ് ഡയറക്ടർ? പുതിയ ഒരാളാണ്. അദ്ദേഹം സിനിമ എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നു. അപ്പോൾ ഒരു ബഡ്ജറ്റ് എന്നോട് പറയുന്നു. പക്ഷേ പോകെ ആ ബഡ്ജറ്റ് അല്ല, അതിൽ കൂടുതലായിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുതുമുഖമാണ്. പക്ഷെ നമ്മളൊരു കൂടെ യാത്ര ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാണ്. പിന്നെ പകുതിക്ക് വിട്ടിട്ട് നമ്മൾ കാര്യമില്ല. ചിലപ്പോൾ ഈ സിനിമ വേറെ നമുക്ക് സാമ്പത്തികമായിട്ട് ലോസ് വന്നേക്കാം. പക്ഷെ എന്നാലും നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് പോയിട്ട് അതൊക്കെ നേടിയെടുക്കാം. സിനിമ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അയാൾ ഈ പറഞ്ഞ നമ്മൾ ഈ ലീച്ച് എന്ന് പറയുന്ന അട്ടയെ പോലെ തന്നെ നമ്മുടെ ചോര കുടിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുടെ നിന്ന് വേറെയും ഞങ്ങളൊന്നും അറിയാതെ വേറെ പ്രൊജക്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും പറ്റിച്ച് അയാൾ ഒരുപാട് പൈസ പോയി നമ്മളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികം സംസാരിക്കാത്തതും അദ്ദേഹത്തെക്കുറിച്ചും. നമ്മൾ ഈ പ്രൊമോഷനൊക്കെ തുടങ്ങുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വന്നിരിക്കണം, ഞങ്ങളുടെ നിന്നൊക്കെ വാങ്ങിയ പൈസയുടെ കണക്ക് പറയണം, എവിടെ ചെന്നു, ആ പൈസ എന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വരാനൊന്നും കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മളധികം സംസാരിക്കാത്തതും അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു മൂവിയിൽ മെയിൻ ഹീറോയിനെ പറ്റിയിട്ടും സംസാരിച്ച് കേട്ടിട്ടില്ല. ആക്ച്വലി സന്ധ്യ മാമിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സന്ധ്യ മാം ആക്ച്വലി മെയിൻ ക്യാരക്ടർ തന്നെയാണല്ലേ? അതെ, അതിലൊരു നെഗറ്റീവ് ക്യാരക്ടർ. ഇതിലൊരു 8 കഥാപാത്രങ്ങൾ, ടോട്ടൽ ഒരു 10 കഥാപാത്രങ്ങളെ സിനിമയിലുള്ളൂ. അതിലെ 8 കഥാപാത്രങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നായകനും നായകനെ എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇവരുണ്ട്. അപ്പോൾ അതിൽ ഒരു നായകൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അവരോട് വന്ന് പെടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതിൽ നായികയായിട്ട് അഭിനയിച്ചത് മാഗിയാണ്. വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഹാർഡ് വർക്കായിട്ട് തന്നെ ചെയ്തതാണ്. പക്ഷേ അവർ കല്യാണം കുറച്ച് മുന്നെയാണ് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖത്തറിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് പ്രൊമോഷനിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞത്. വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു, സിനിമയുടെ റിലീസിനോടൊക്കെ അടുപ്പിച്ചിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളത് റിലീസിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ രണ്ടുപേർക്കും
അത് ചെയ്യാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ്, എന്തെങ്കിലും റിസർച്ച് നിങ്ങൾ നടത്തിയോ, എങ്ങനെയായിരുന്നു? ഇത് എല്ലാവർക്കും പുതുമുഖങ്ങളാണ്. പിന്നെ ഇപ്പോൾ എല്ലാ പുതുമുഖങ്ങളെയും വെച്ചിട്ട് സാധാരണ സിനിമ ചെയ്യുന്ന പോലെയല്ല ആക്ഷൻ പടങ്ങൾ ചെയ്യുന്നത്. അത് എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റ് ചിലപ്പോൾ നിൽക്കണമെന്നില്ല. കാരണം ആക്ഷനാണ്, നമുക്ക് എത്ര ഷോട്ട് ടേക്ക് എല്ലാം പോകുമെന്ന് പറയാൻ പറ്റില്ല. ആക്ഷൻ ചെയ്തിരിക്കുന്ന ഡേഞ്ചർ മണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആക്ടിങ് വർക്ക്ഷോപ്പ് ഒരു വെച്ചിരുന്നു. നമ്മളൊരു 10 ഡേയ്സോളം ആക്ടിങ് വർക്ക്ഷോപ്പ് വെച്ചിരുന്നു. ശ്രീജിത്ത് രമൺ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ആർട്ടിസ്റ്റും ശ്രീജിത്ത് പൊയിൽക്കാവ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തിയേറ്റർ ആർട്ടിസ്റ്റും ഒക്കെ ചേർന്ന് പുഴു എന്നൊക്കെ ഇപ്പോൾ സിനിമയിലൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാട്ടൊക്കെ ചെയ്തിരുന്ന ആളാണ് ശ്രീജിത്ത് പൊയിൽക്കാവ്, മമ്മൂട്ടിയുടെ. അപ്പോൾ അദ്ദേഹവും ശ്രീജിത്ത് രമണ്ണും കൂടിയിട്ടാണ്, നമുക്ക് തിയേറ്ററിൽ പരിചയമുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരൊരാളാണ് നമുക്ക് ആക്ടിങ് വർക്ക്ഷോപ്പ് ആദ്യം നടത്തി തന്നത്. പിന്നെ ഇത് പറഞ്ഞ ഡേഞ്ചർ മണി ഒരാഴ്ച അത് ഷൂട്ടിന് മുന്നേ തന്നെ വന്നു. അതിൻ്റെ ആക്ഷൻ്റെ കുറച്ച് സീക്വൻസൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ട്രെയിനിങ് കുറച്ചൊക്കെ തന്നിട്ടാണ് ചെയ്തത്. കാരണം ഇത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രഗിളും, പക്ഷെ അതിൽ ഒരിക്കലും നമുക്ക് വേറെ സിനിമയിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് മൂവി തന്നെ കിട്ടുക എന്ന് പറയുന്നത്. സന്ധ്യ മാം ആക്ച്വലി ആക്ഷൻ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? നേരത്തെ ഭീകരമാണ്. എക്സൈറ്റഡ് ടു വാച്ച്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആക്ഷൻ ഒക്കെ ചെയ്തപ്പോൾ? ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ആക്ഷൻ എനിക്ക് ചുമ്മാ വീട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന പോലെ അല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ. അത് പോയപ്പോൾ തന്നെ ഈ പറയുന്ന ഡയറക്ടർ ആണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനുപേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന് ഇത്രയും പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്കൊരു ട്രെയിനിങ് കൂടെ ആയിക്കോട്ടെ. പിന്നെ ഭാവിയിലേക്ക് അത് ഉപകാരമാവും. അല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല അവർ നമുക്ക് ഒരു ട്രെയിനിങ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്കും ശരി ഓക്കെ അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്ലാപ്പ് കിട്ടുമ്പോഴും അനുപേട്ടനാണ് പറഞ്ഞത് തന്നെ നന്നായിട്ടുണ്ട്. അല്ല ഡയറക്റ്റ് ആണെങ്കിലും നീയല്ലേ പറഞ്ഞേ പറ്റുന്നില്ല എന്ന്, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ മാസ്റ്റർ ആണെങ്കിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നമുക്കിങ്ങനെ കൂടെ വന്നിരുന്ന ഫൈറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഈശ്വര ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ. കാരണം എനിക്ക് ഫ്രെയിമിൽ തീർച്ചയായിട്ടും എൻ്റെ ഫസ്റ്റ് മൂവി എനിക്ക് ഇങ്ങനെ ആക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ. അപ്പോൾ എനിക്ക് ഫ്രെയിമിൽ തന്നെ എന്നെ വിളിച്ച് കാണിച്ചു തരും, ചാണ്ടിങ് വാ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. ഫ്രെയിമിൽ കണ്ടില്ലേ ഞാൻ വേണം, എനിക്കത് വേണം ചെയ്യണം എന്ന് പറയുന്നത് നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് ഫ്രെയിമിൽ നിന്നെ നല്ലതായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് പുള്ളി അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുക. അപ്പോൾ അനുപേട്ടൻ്റെ കാര്യമാണെങ്കിൽ അനുപേട്ടൻ പ്രൊഡ്യൂസറാണ്, ഒരു ആക്ടറാണ്. പക്ഷെ ആ ഒരു ഇതൊന്നും അവിടെ പറഞ്ഞില്ല. എനിക്ക് ഇന്നത് വേണം. കാല് വയ്യ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ കാലും കൈയും ഒക്കെ ഭയങ്കരമായിട്ട് വേദനയും ഒക്കെ ഉണ്ടാവും. പറ്റില്ല, അവർക്കതൊന്നും പറ്റില്ല. അവർ ഇന്നത് വേണമെന്ന് പറയുള്ളൂ. നമുക്ക് വേണ്ടി ഒരു ദിവസം 2 ദിവസം റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ സിനിമ ആയതുകൊണ്ട്. ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഒരു സിനിമ വളർന്നു വരുന്നതാണ്. എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് കൂടി തന്നെ എനിക്ക് മനസ്സിലായി ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്രയും പേര് ചേർന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മളും അതുപോലെ കഷ്ടപ്പെടണം. 2 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം പല കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാൻ ഒരുപാട് പേർക്കുണ്ടാവും. ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ ഫീൽഡിൽ വരുന്നതിന് മുന്നേ, എൻ്റെ സിനിമ ചെയ്തതിന് മുന്നേ ഞാൻ ഒരുപാട് എനിക്ക് അതെന്താ അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ, അയ്യോ ഇതെന്താ ഇങ്ങനെ ചെയ്തേ, വേറെ ആൾ അഭിനയിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ ഞാനും ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ തുടങ്ങി നമ്മൾ ഇതിൽ അഭിനയിച്ച് ഇതിൻ്റെ സ്ട്രഗിൾ അനുഭവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ തെറ്റായിരുന്നു. അങ്ങനെ ഒന്നും പറയണ്ട. കാരണം ഇത്രയും എഫേർട്ടാണ് എല്ലാവരും എടുക്കുന്നത്. സ്ക്രീനിൽ കാണുന്നവർ മാത്രമല്ല അല്ലേ, ആ ഒരു ടീം വർക്കാണ്. തീർച്ചയായിട്ടും എത്ര പേരാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നറിയോ. ആ യൂണിറ്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഈ പറയുന്ന ഞങ്ങളുടെ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും അത്രയ്ക്കും നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സിനിമ നമുക്ക് പൂർത്തിയാക്കാൻ, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മൂവി പൂർത്തിയാക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. സിനിമ സംഭവിക്കുന്നത്, അതെ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് പുറത്ത് കംപ്ലീറ്റ് ആക്കിയ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ പൈസ മാത്രമല്ല, എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ എത്രയോ ആൾക്കാരുടെ പൈസക്കാരുടെ പടം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്നുണ്ട്. വലിയ വലിയ നടന്മാരുടെ വലിയ വലിയ കാശുകാരുടെ പടം പോലും അവർക്ക് ഒന്നുകിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ട് ഒരു ഭാഗ്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഞങ്ങൾ ആ മൂവി കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും അത്രക്കും ആത്മാർത്ഥമായിട്ട്, കാരണം പുതിയതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അതിന്റെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടെയും കൂടി കാര്യമാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അനുപേട്ടൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങളൊന്നും അറിയിച്ചിട്ടുമില്ല. ഞങ്ങൾ നന്നായിട്ട് തന്നെ പോയി, ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പോയത്. എന്ത് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആരും ഇതൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആക്ടിങ് സൈഡ് മാത്രമായിരുന്നു ഇവൻ ഡയറക്ടറിലും ന്യൂ ഫേസസ് എന്ന് പറയുന്നത്. പക്ഷേ ടെക്നിക്കലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ യൂസ് ചെയ്ത ആര്യ അലക്സയുടെ 2 ക്യാമറയാണ്. ഒരു മൂവി ഫുൾ അനാമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ മൂവിയാണ്. അനാമോർഫിക് ലെൻസിൽ ഇതുവരെ ഒരു സിനിമയും ഫുൾ ലെങ്ത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ലൂസിഫർ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സല്യൂട്ട് ഉണ്ടായിരുന്നു, കുറുപ്പ്. ഇതൊക്കെ മലയാള സിനിമയിൽ ആ ലെൻസ് വെച്ച് അതിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഭയങ്കരമാണ്. നമ്മൾ ആ കാർഡിൻ്റെയും നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത്
നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിലും ഇപ്പോൾ ഒരുപാട് സ്കോപ്പുള്ള അല്ലെങ്കിൽ കാണാൻ ആർട്ട് ചെയ്തിരിക്കുന്നത് രാജീവ് കോവിലകം എന്ന് പറഞ്ഞ ദൃശ്യമൊക്കെ ചെയ്തിരിക്കുന്നത് രാജീവ് ഏട്ടനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പ്രദീപ് വിതുര എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിന്നൽ മുരളിയൊക്കെ ചെയ്തിരിക്കുന്ന പ്രദീപ് ഏട്ടനാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡിലൊന്നും നമ്മൾ അങ്ങനെ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടില്ല. നിങ്ങൾ കാണുന്ന തന്നെ പുതിയ ആൾക്കാരാണ്. പിന്നെ ടെക്നിക്കലി അത് സൗണ്ട് അല്ലെങ്കിൽ നമുക്കത് എവിടെയും ഒന്ന് കാണിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അവിടെയാണ് നമുക്ക് ബഡ്ജറ്റ് കൂടിയത്. പിന്നെ ഈ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് അവർ വരുന്നത്. അവരുടെയൊക്കെ ബാറ്റ ഭയങ്കര ഭീകരമാണ്. ആക്ഷനിൽ ഒരു റോപ്പ് വലിക്കാനൊക്കെ അവർ ചാർജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഭീകരമാണ്. പക്ഷേ അത് ആ ക്വാളിറ്റി അവർ കാണിക്കും. ആക്ഷനിൽ നമുക്ക് എപ്പോഴും തമിഴ് സിനിമകളൊക്കെ ആണല്ലോ നമുക്കൊരു ഹരം കിട്ടുന്നത്, പണ്ട് മുതലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും നമ്മൾ ഗ്യാരണ്ടി പറയുന്നു. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്, അതായത് ആക്ട് ചെയ്യുന്നവർ പ്രൊഡ്യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്താലും റെമ്യൂണറേഷൻ അതിൽ ആക്ട് ചെയ്യുന്നവർക്കാ കൂടുതൽ, പ്രൊഡ്യൂസറിനൊന്നും കിട്ടാറില്ല, മുടക്കിയതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആക്ടറുമാണ് പ്രൊഡ്യൂസറുമാണ് അല്ലേ? ആക്ട് ചെയ്യുന്നവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആയവർക്ക് പറയാം. ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ഞങ്ങൾ അവിടെ നിന്ന് ദുബായിൽ നിന്ന് ഇതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട്, ഇവിടെയുള്ള സുഹൃത്തുക്കളും അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നമ്മളൊരു സംഭവം തുടങ്ങി വെച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏതെങ്കിലും പ്രൊഡ്യൂസറെ പൈസ കൊണ്ടുവന്നിട്ടാണ് ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പറയുന്നതാണെങ്കിൽ ഓക്കെ, ആരുടെങ്കിലും പൈസ അവരെന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയിട്ട് ഞാൻ പിന്നെ പ്രൊഡ്യൂസർ ആയിട്ട് മാറിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഞാനങ്ങനെയല്ല. നമ്മളിങ്ങനെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലാതെ നമ്മളൊക്കെ വിളിച്ചിട്ട് അവസരം തരാൻ പെട്ടെന്ന് നടക്കുന്നില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും അവസരം തരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പൈസ ഇറക്കേണ്ട ആവശ്യമില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അതെ അതെ അതെ. പിന്നെ മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം, അത് സത്യം തന്നെയാണ്. പ്രൊഡ്യൂസർക്ക് എപ്പോഴും റിസ്ക് ഉള്ള ആൾ പ്രൊഡ്യൂസർ തന്നെയാണ്. ഇതെന്തായിത്തീരുന്നൊന്നും പറയാൻ പറ്റില്ല. നടന്നുകൊണ്ടിരിക്കുമ്പം ഡയറക്ടറായിട്ട് തല്ലികൂടി പിരിഞ്ഞ് പകുതിക്ക് പടം വിട്ടേക്കാം. എല്ലാവരും ഒരു റിലേഷൻ്റെ ഒരു ബന്ധത്തിൻ്റെയും പുറത്ത് ഒരു ടീം വർക്കായിട്ട് നടത്തുന്നത്. ഒരാൾക്കും ഒറ്റ ആൾ വിചാരിച്ച ഒരു സിനിമ കംപ്ലീറ്റ് ആക്കില്ലല്ലോ. ഏതെങ്കിലും ഒരാൾ സഹകരിക്കാണ്ടിരുന്നാൽ തന്നെ അവിടെ അത് പ്രതിസന്ധിയിലായി. അതിപ്പം നടനായിക്കോട്ടെ, നടിയായിക്കോട്ടെ, ടെക്നിക്കൽ സൈഡായിക്കോട്ടെ, എന്തെന്നായിക്കോട്ടെ. അപ്പോൾ അത് എപ്പോഴും റിസ്ക് ഉള്ള ഒരാൾ പ്രൊഡ്യൂസർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഒരു നായകൻ എന്നുപരി ഇത് പിന്നെ ഞാൻ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമ നല്ലതാവണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ ബാധ്യതകളില്ലാതെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എടുത്ത റിസ്ക് വലിയതാണ്. ഒരു അഭിനയം എന്നുള്ളതിനപ്പുറം വേറൊരു സന്തോഷം, നമ്മൾ ഒരുപാട് പുതുമുഖങ്ങളെ ഞാൻ ഒരു ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അതൊരു പ്രൊജക്റ്റ് എന്നല്ല, ഇനിയിപ്പോൾ ഉള്ള പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ ആൾക്കാരെ വെച്ചിട്ട് പുതിയ സ്ക്രിപ്റ്റ് എല്ലാം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഫസ്റ്റ് പടത്തിൽ ഇപ്പോൾ സാൻഡി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർക്കൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ്. സാധാരണ നമ്മൾ 2 ഡയലോഗ് പറയുന്ന പോലത്തെ അല്ല, അവർക്ക് ഫിസിക്കലിയും എല്ലാം ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വേഷം തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിരുന്നുള്ള സന്തോഷവും എനിക്കുണ്ട്. മാമിന് എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? മീൻസ് ഫ്യൂച്ചറിലൊരു മൂവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ അതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു. അല്ലെങ്കിൽ എനിക്ക് അവിടെ അഭിനയിക്കാനുള്ളൊരു സ്പേസ് ഞാൻ കൊടുത്ത്, അതെ, അനുഭവമാണല്ലോ ഗുരു. അപ്പോൾ അല്ല, സീരിയസ്ലി അത്രയ്ക്കും സ്ട്രഗിളിംഗ് ആണ് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിൽ. അങ്ങനെയാണ്. ഞാൻ തന്നെ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലരുടെയും കാല് പിടിക്കേണ്ടി വരും. സാർ ഞാൻ നന്നായിട്ട് ചെയ്യും, അല്ലെങ്കിൽ എത്ര ഓഡീഷന് പോകേണ്ടി വരും. പലതിലും റിജക്റ്റ് ആയ കേസുകളുണ്ട്. എപ്പോഴും പറയുന്ന കാര്യമാണ്, ശരിക്കും പുതിയ മുഖങ്ങൾക്ക് ശരിക്കും അവസരങ്ങൾ കൊടുക്കണം. എത്ര കഴിവുള്ള ആൾക്കാരുണ്ടെന്ന് അറിയാമോ? ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. ഞാൻ എപ്പോഴും അനുവേട്ടനോടാണെങ്കിലും ഈ പറയുന്ന ഡയറക്ടറാണ് നേരിട്ട് നമ്മുടെ ഓഡീഷനൊക്കെ ചെയ്ത് നമ്മളെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോഴും ഞാൻ പറയും, സാർ ഞാൻ ഓക്കെയാണ്. അപ്പോൾ സാൻഡി ഞങ്ങൾക്ക് ഓക്കെയാണ്, അപ്പം സാൻഡി ചെയ്തോളൂ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അതിനകത്ത്. എനിക്ക് ഭയങ്കര എല്ലാവരുടെ ഭയങ്കര, ഞാനെപ്പോഴും പറയും താങ്ക്സ് അനുവേട്ട, എനിക്ക് നല്ലൊരു അവസരം തന്നല്ലോ. കാരണം ഇവർക്ക് അത്രയും നല്ലൊരു ക്യാരക്ടർ ഈ മൂവിയിൽ, ഞാൻ പുതുമുഖമാണ്, എനിക്കതിൽ അവസരം തന്നല്ലേ, ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കും. അങ്ങനെ ഞാൻ പറയുന്നത്, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. ഇപ്പോൾ ഏത് മൂവി ആണെങ്കിലും കണ്ട് മടുത്ത ആൾക്കാർ തന്നെ വീണ്ടും വരും. എത്ര കഴിവുള്ള ആൾക്കാർ ഇവിടെ വേറെ നിൽക്കുന്നുണ്ടെന്ന് അറിയാമോ? അതാണ് ഞാൻ അനുഭവിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും. പക്ഷേ ഇങ്ങനെ പറയും, ഇപ്പം അനുഭവം ഉള്ളതുകൊണ്ട് പറയും അങ്ങനെ ചെയ്യരുത്. പക്ഷെ അതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ പാഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അഭിനയിക്കണം. എത്ര പേര് പറയും പ്രൊഡ്യൂസറായിട്ട് നീ നായികയാവണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
അങ്ങനെ കാശ് വേണ്ടെന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എനിക്ക് അപ്പം നായികയാണെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒരിക്കലും ഒരു കാസ്റ്റിങ്ങിൽ എനിക്ക് നായികയ്ക്ക് വേണ്ടി കാസ്റ്റിംഗ് നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാറില്ല. എനിക്ക് ക്യാരക്ടേഴ്സാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഇതിൽ ഞാൻ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്കും ഞാൻ ഇതുപോലെ തന്നെയാണ്. ഭാവിയിൽ ഇനി ദൈവം അനുഗ്രഹിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യില്ല എന്നൊന്നുമല്ല കേട്ടോ. എനിക്ക് കിട്ടണം, അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഓരോ കടമ്പയും മുന്നോട്ടേക്ക് പോണത്. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കുന്നത് എനിക്ക് ക്യാരക്ടറാണ്. ഞാൻ എല്ലാ ക്യാരക്ടറും ഞാൻ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം ഒരു നായിക എന്നുള്ള രീതിയിലേക്ക് പോയാൽ നല്ലത് എന്നുള്ള രീതിയിലാണ്. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതെ അതെ. അപ്പോൾ എനിക്ക് സാറിനോടും മാമിനോടും ചോദിക്കാനുള്ള ഒരു കാര്യം വേറെ ഒന്നുമല്ല, ന്യൂ ഫേസ് ആണ് മെജോറിറ്റി അല്ലേ? അങ്ങനെ ഒരു മൂവി കമ്മിറ്റ് ചെയ്യാൻ നല്ല ഗട്ട്സ് വേണം. അത് ചെയ്യാനും അതിൽ ആക്ട് ചെയ്യാനും ഒക്കെ നല്ല ഗട്ട്സ് വേണം. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നായകനാവണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. നമ്മൾ ഡിസ്കഷനിൽ വന്നു പുതിയ ആൾക്കാരെ വെച്ചിട്ട് തന്നെ ചെയ്യാം. അത് വേറെ സബ്ജക്റ്റുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മളതിന് ബാസ്റ്റേഡ്സ് എന്നൊക്കെ ആയിരുന്നു പേരിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷൻ ഹണ്ടിങ്ങിന് ഡയറക്ടർ പോയപ്പോഴാണ് വേറൊരു സബ്ജക്റ്റ് ഇങ്ങനെ മനസ്സിൽ വരികയും അപ്പോൾ പിന്നെ അത് ഡിസ്കഷൻ തുടങ്ങി. അതിനെക്കാട്ടിയും കുറച്ചും കൂടി നമുക്ക് വേറൊരു മേക്കിങ്ങിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഡിസ്കഷൻ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിതിന് മുന്നേ സിനിമകളിലൊക്കെ എൻ്റെ ഫസ്റ്റ് മൂവി പേടിത്തൊണ്ടെന്ന് പറഞ്ഞ സുരാജ് ഏട്ടൻ്റെ ഒരു സുഹൃത്തായിട്ട് മധുപാൽ സാറിൻ്റെ മകനായിട്ടൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ റോളുകൾ, പിന്നെ ഡയറക്ഷൻ്റെ പിറകെ മനോജ് ഖാന എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ പുറകെയായിട്ട് ഇങ്ങനെ നടക്കുകയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തിയേറ്ററാണ്, ഡ്രാമ നല്ലോണം ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ മിമിക്രി, അങ്ങനെ കോമഡി ഉത്സവത്തിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും ഞാൻ അങ്ങനെ ഉണ്ട് സജീവമായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്കും ചെയ്യാലോ എന്നുള്ള എന്നെ അറിയാം അദ്ദേഹത്തിന് കുറേ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്കും എൻ്റെ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ഞാൻ ഇറങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ പറ്റുന്ന ഒരു ആക്ട്രസിനൊക്കെ വേണമെന്നൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാർ സമീപിച്ചിരുന്നു. നമുക്ക് പെട്ടെന്നൊന്നും അവർക്ക് ഡേറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ, അവരും പുതുമുഖങ്ങളായതുകൊണ്ട് അവർക്ക് വലിയൊരു കോൺഫിഡൻസ് നമുക്കും തന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പുതിയ ആൾക്കാർ തന്നെ വെച്ച് ചെയ്യുക. അതിൻ്റെ ഒരു ഡെഡിക്കേഷനും എല്ലാം നമുക്കുണ്ടാവും. നമുക്കും കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ വേറെ ആളാകുമ്പോൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ അത്രത്തോളം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമുക്കറിയില്ല. അപ്പോൾ ആ ഗഡ്സ് അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചു. പുതുമുഖങ്ങളെ തന്നെ വെച്ചിട്ട് ചെയ്യാന്നുള്ള ഗഡ്സ്, അത് ഡയറക്ടറിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെ നമ്മളത് ചെയ്തു. സന്ധ്യ മാമിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു അവസരം തന്നതിൽ വലിയ അത് തന്നെ അവരെടുക്കുന്ന ഒരു ഗഡ്സ് ആണല്ലോ. ഇങ്ങനെ ഒരു പുതിയ ആളെ വെച്ചിട്ട് ചെയ്യുക, അവർ നന്നായി ചെയ്യും എന്നുള്ളത് അവർക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. എന്നാൽ പോലും എനിക്ക് പ്രശ്നമായിരുന്നു, സാർ പുതിയ മുഖമാണ്, എനിക്ക് ഇത്രയും നല്ല ക്യാരക്ടർ വന്നിട്ട് എന്നെയൊക്കെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുണ്ടാവും. അപ്പോൾ എന്നാണ് സപ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആൻസർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. പുതുമുഖങ്ങൾക്ക് അവസരം തന്നാലല്ലേ മുന്നോട്ടേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ. കണ്ട ആൾക്കാരെ തന്നെ കണ്ടിട്ടാണ് നമ്മൾ സിനിമ, നമുക്ക് ബോറടിക്കും ശരിക്കും പറഞ്ഞാൽ. അത് മാത്രമല്ല കഴിവാണ് അവിടെ ഇല്ലാതാവുന്നത് പല ആൾക്കാരുടെയും. എനിക്ക് തന്നെ പല സിനിമയിലും പോട്ടെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓരോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കൂടെ ചെയ്തിട്ട് എനിക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് 3-4 ഓഡീഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആ സിനിമയിലേക്ക് കയറി നമ്മൾ എത്ര സ്വപ്നമായിരിക്കും എന്ന് പറയാം. ഞാൻ അവിടെ എനിക്ക് കിട്ടി, ഞാൻ മനസ്സിൽ കൊടുക്കും. ഞാൻ പെട്ടെന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊടുക്കും. അത് എനിക്കിങ്ങനെ ആയല്ലോ, നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അവിടെ പോകുമ്പം എൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അവരെ മെയിനായിട്ട് വെച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്യണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളുടെ ക്യാരക്ടറാണ്. ഞാൻ ചോദിക്കും സാർ എനിക്ക് ഡയലോഗൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കട്ട് ചെയ്തു. കാരണം അവിടെ സീനായിട്ടുള്ള അവിടെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ആരാന്നൊന്നും പറയുന്നില്ല, ആ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവരാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ദിവസം ഒരു സെറ്റിൽ പോയിട്ട് നമ്മൾ നിന്നിട്ട് ഡയലോഗൊന്നും ഇല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയാണ് കുറച്ച് ബഡ്ജറ്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ സമയക്കുറവ്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ വേറെ ഇതിൽ കൊണ്ടെത്തിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കുറേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതാ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് എൻ്റെ ഫസ്റ്റ് മൂവിയിൽ എനിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലായിടത്തും ഞാൻ പറയുമായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവിയിൽ ഇങ്ങനെ അല്ല. എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ട ഒരു കാര്യമില്ല, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒന്നും ഒരു കാര്യത്തിനൊന്നും ഒരു കുറവ് അവർ വരുത്തിയിട്ടില്ല. എല്ലാം കറക്റ്റ് കാര്യങ്ങൾ. അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, നമുക്ക് പറഞ്ഞു തരുന്ന കാര്യത്തിലാണെങ്കിലും, ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും എന്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ സീരിയസ്ലി അതോടെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു പറഞ്ഞത്. കാശിന്റെ കാര്യത്തിൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, എൻ്റെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കാശ് എനിക്ക് തന്നത് ഈ മൂവി തന്നെയാണ്. ഇപ്പോഴും നമ്മളെല്ലാവർക്കും റെമ്യൂണറേഷൻ, കാരണം നമുക്കറിയാം, ഞാനൊക്കെ ഒരുപാട് ഓഡീഷന് പോകുന്നതാണ്. നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നിങ്ങൾ ആ കോസ്റ്റ്യൂമും കൊണ്ട് വന്നോളൂ, കയ്യിലുള്ള നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, അവിടെ നിന്നോളൂ, ഇവിടെ അങ്ങനെ നമ്മളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ അവിടെ പോയി ഇങ്ങനെ ഇരിക്കണം, വെയിലത്തിരിക്കണം. ഇവർക്കൊക്കെ രാത്രി നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് വരെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണം.
സ്റ്റണ്ട് ചെയ്യണം, ഓടണം. അപ്പോൾ അതിനുള്ള ഫുഡുകൾ നമ്മൾ അവരുടെ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിർബന്ധമായിരുന്നു. വേറെ എന്താ ചെയ്യാനുള്ള അവർ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് കൂടെ നമ്മളൊന്ന് കൂടെ നിൽക്കണം. തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞൊണ്ടിയിട്ടൊക്കെ വരിക, അടിയും വെടിയും വീണിട്ടൊക്കെ. അപ്പോൾ അവർ വന്നിട്ട് കുറേ കുഴമ്പുകൾ ഉണ്ടാവും, തേച്ച് കുളിച്ചോന്ന് പറയും, അവിടെ വെച്ച് കൊടുക്കും. കാരണം ഇത് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കണ്ടല്ലോ, ഒരു ദിവസം വന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ നഷ്ടങ്ങളുണ്ട്. രാത്രി വേഗം ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിക്കോ, റെസ്റ്റ് എടുത്തോ. രാവിലെ 5 മണിക്ക് എണീക്കുന്നത് എന്തിനാണെന്നറിയോ? എക്സസൈസ് ചെയ്യണം. ഞങ്ങൾ ഓടാൻ പോകും എല്ലാവരും. വയനാട്ടിൽ നമ്മളൊരു കുറച്ച് ഉള്ളിലോട്ടാണ്, നമ്മളൊരു ഫോറസ്റ്റ് ചുറ്റിൽ ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെ നിന്ന് ഓടി ഇങ്ങനെ റോഡ് കറങ്ങി അവിടെ പോയി ചായയും കുടിച്ച് വീണ്ടും ഓടി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കുളിച്ചാകുമ്പോഴേക്ക് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ടാവും. ഒരു ഫാമിലി എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നോക്കിയിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ ഇതിൽ പിന്നെ പുതുമുഖങ്ങൾ വെക്കാൻ കാരണം വെച്ചാൽ ഇതിൽ നമുക്കൊരു ഫ്രഷ് ലുക്ക് ആവശ്യമായിരുന്നു. ഇല്ലെങ്കിൽ എല്ലാവരും ഒരു ഓൾറെഡി പിന്നെ ഇപ്പം എക്സ്പീരിയൻസ്ഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ചെയ്തതെങ്കിൽ ഒരു മുൻവിധി വരും പ്രേക്ഷകർക്ക്, അയാൾ അങ്ങനെ ആയിരിക്കും, ഇയാൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൽ ഇതിന്റെ രസം പോകും. അതെ, അതിന്റെ രസം പോകും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പനുബേട്ടനോടാണെങ്കിലും ഡയറക്ടറോടാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും എമൗണ്ട് തന്ന് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഫെമിലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഈ ക്യാരക്ടറിലേക്ക് വിളിച്ചുകൂടാ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ന്യൂ ഫേസ് ആണ് വേണ്ടത്. നിന്റെ കഴിവ് നീ കാണിക്കേ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒത്തിരി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഒരു ക്യാരക്ടർ എന്നുള്ളതിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള പേര് എനിക്ക് വന്നിരിക്കുന്നത് എൻ്റെ ലീച്ച് ഈ മൂവിയിലൂടെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മീൻസ് ഒരു പ്രൊഡ്യൂസർ ആക്ടർ എന്നുള്ള നിലയിൽ ആൾ സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ ആളെങ്ങനെയായിരുന്നു? ഡിസിപ്ലിൻഡ് ആയിരുന്നു? ഡിസിപ്ലിൻ അനുപേട്ടന് ഭയങ്കര ഇതായിരുന്നു. കാരണം ടൈമിലൊക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതിൽ തന്നെയാണ് താമസിക്കുന്നെങ്കിലും ലൊക്കേഷനിൽ കറക്റ്റ് ടൈമിൽ വരണമെന്നുണ്ട്. കറക്റ്റ് ടൈമിൽ പിന്നെ ടൈം നമുക്ക് നേരത്തെ എല്ലാം മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ ആണെങ്കിലും അനുപേട്ടനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇത്ര ടൈമിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ടൈമിൽ എണീക്കണം, എല്ലാവരും കറക്റ്റ് ടൈമിൽ വന്നിരിക്കണം. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറുമുണ്ട് അല്ലേ. മാക്സിമം എപ്പോഴെങ്കിലൊക്കെ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ വയ്യ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞത് ആകാന്നല്ല, കുഴപ്പമില്ല ഒരു 10 മിനിറ്റ് കൂടെ എന്ന രീതിയിൽ പറയും. അപ്പോൾ നമ്മൾ വിളിച്ച് എണീപ്പിക്കുക, അതിന് സൺഡേ റെഡി അല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ പറയും. ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആ ഒരു ലൊക്കേഷനിൽ തന്നെ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഓവർ യാത്ര ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കറക്റ്റ് ടൈമിൽ എത്തണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് കാരണം അല്ലെങ്കിൽ വേറൊരാൾ കാരണം അവിടുത്തെ ഷൂട്ട് മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് അവർ ഇത്രയും ഫേവർ ചെയ്തു തരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ച് ആ ഡിസിപ്ലിൻ എങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങളത് മാക്സിമം നോക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തായാലും ഏത് ലൊക്കേഷനിലാണ് ഉണ്ടാവും, നമുക്ക് വയ്യാണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിരുന്നതാണ്. എനിക്ക് ഞാനും സാൻഡിയും തമ്മിലാണ് ഫൈറ്റ് സീൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സീൻസൊക്കെ നിങ്ങൾ അധികം സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അധികം അങ്ങനെ കട്ടക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ അങ്ങനെയൊന്നും അടുത്തൊന്നും കണ്ടിട്ടില്ല. ഒരു സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരാണും ഒരു പെണ്ണും കൂടിയും കട്ടക്ക് നിൽക്കുന്ന പോലെ റോപ്പിൽ പറക്കുന്നു അടിക്കുന്നു എന്നുള്ള പറഞ്ഞത്. ഞാൻ കണ്ടത് ജയഹായിരുന്നു ചവിട്ടുന്നത്, പഞ്ച് പോലെ കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഓടിച്ചാടിയ കാട് മുഴുവൻ കയറി മറിഞ്ഞ അടിയും പിടിയും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്റെ മൂക്കലും ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടിച്ചത് കൈയൊക്കെ ഇങ്ങനെ കല്ലിച്ചിങ്ങനെ അപകടമൊക്കെ പറ്റിയായിരുന്നല്ലേ. പിന്നെ പുതുമുഖങ്ങളായിട്ട് സ്റ്റണ്ട് ചെയ്യുമ്പോൾ എന്തായാലും പറ്റുമല്ലോ. അത് പിന്നെ വൈഡ് ഷോട്ടാണ് കൂടുതൽ. ക്ലോസ് ഷോട്ടിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ കുറച്ച് ഈസിയാണ്. മമ്മൂട്ടി സാറിനൊക്കെ കണ്ട ഇങ്ങനാക്കി ചെയ്യുന്നതാണ് മമ്മൂട്ടിണ്ടാക്കി. അപ്പോൾ അങ്ങനെ ക്ലോസ് ഷോട്ട്സിൽ എപ്പോഴും നമുക്ക് ഒരു മമ്മൂട്ടി സാർ വൈഡ് ഷോട്ട് ചെയ്യാറില്ല, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ പിന്നെ വൈഡ് ഷോട്ടിലാകുമ്പോൾ കുറച്ചും കൂടി റിസ്ക്കാണ്. അത് നമ്മൾ കൂടുതൽ ആക്ഷൻസും വൈഡ് ഷോട്ടിലാണ്. അപ്പോൾ അത് വൈഡ് ഷോട്ട് കാണണമെങ്കിൽ അവിടെ നിന്ന് വീഴുന്നതും തെറിക്കുന്നതും ഒക്കെ അതിൻ്റെതായ എഫക്റ്റ് തന്നെ, ഇമ്പാക്റ്റ് തന്നെ ചെയ്യണം. അല്ലാണ്ട് ക്ലോസ് ആയിട്ട് നമുക്ക് കൈ പിടിച്ച് തിരിക്കുന്നതും കുറേ കട്ട് ഷോട്ട് എടുക്കാൻ ഈസിയാണ്. പക്ഷെ വൈഡ് ഷോട്ടിലാണ് നമ്മൾ കൂടുതൽ ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അല്ല, ഇതിപ്പോ ആൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റിയായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ രാത്രിയാകുമ്പോൾ ഇങ്ങനെ എല്ലാവരും അങ്ങനെയാണ് പോവുക. പക്ഷെ രസമാണ് അതൊക്കെ. ഞങ്ങൾ വയ്യാകെയായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വയ്യെന്ന് പറഞ്ഞ ഒരു റൂമിലിരിക്കുക, ഇങ്ങനെയൊന്നല്ല. ഞങ്ങൾ അവിടെ ഈ പറയുന്ന പോലെ ഒരു ഫൺ രൂപത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ വേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ പോയി എങ്ങനെയാണ് ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും, അതുപോലെയാണല്ലോ നമ്മൾ ഫണ്ണായിട്ട് അത് എടുത്തില്ല. അയ്യോ അമ്മ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ വയ്യാട്ടാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുക. അതും ഒരു ഫണ്ണായിട്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മൾ അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഇതിന്റെ മേഘ ഹീറോയിനായിട്ട് അഭിനയിച്ച അവർ നല്ലോണം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ആയിരുന്നു. ഇതിലാകെ ഒരു ഡയലോഗ്സ് വളരെ കുറവാണ് ഈ മൂവിയിൽ. ഒരു കൂടിപ്പോയ ഒരു 1 പേജ് 2 പേജ് ആയിട്ട് ഡയലോഗ്സ് ഉണ്ടാവും. ഇന്റർവെല്ലിന് ശേഷം ഫുൾ ആക്ഷനാണ്. ഇന്റർവെല്ലിന് ശേഷം പിന്നെ സംസാരം കളിയുന്നില്ല, ഫുൾ ആക്ഷനാണ്. ഡയലോഗേ ഇല്ല ഇന്റർവെല്ലിന് ശേഷം. ആരായിരുന്നു
ഫൈറ്റ് മാസ്റ്റർ, ഡേഞ്ചർ മണി. നിങ്ങളുടെ ഇനിയുള്ള പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്ട്സ് ഇപ്പോൾ ഞങ്ങൾ തമിഴിലാണ് ഇനി അടുത്തൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടപ്പോൾ അവിടെയുള്ളൊരു ടീംസ് നമ്മളോട് നല്ലൊരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നമ്മളിപ്പം അതിൻ്റെ ഡിസ്കഷനൊക്കെ ഇന്നലെ നടന്നു. അവിടെ ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മോശമില്ലാത്തൊരു പ്രൊജക്റ്റായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അത് നമ്മൾ ഈ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിൻ്റെ പേര് തന്നെ അവിടെ തന്നെയുള്ള വേറൊരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ആക്ട് ചെയ്യോ? ആക്ടിങ് തന്നെയാണ് ആഗ്രഹം, ഇഷ്ടം. പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയിൽ ആക്ട് ചെയ്യോ? അതൊന്നും പറഞ്ഞോളൂ. നമ്മുടെ ആഗ്രഹം അതാണ്, ആക്ടറാന്നുള്ളൊരു ആവണമെന്ന ആഗ്രഹമുണ്ട്. അത് നായകനായിട്ടല്ല കേട്ടോ, ഹീറോയിനായിട്ടൊന്നല്ല. ക്യാരക്ടർ റോൾസ് ഇഷ്ടമാണ് ചെയ്യാൻ. എന്ത് റോളായാലും നമുക്ക് നമ്മളൊരു പ്രസൻസ് ആവശ്യമുണ്ടെന്നുള്ളത് തോന്നിക്കുന്ന റോൾസ് ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തെങ്കിലും? ഉണ്ട്, കമ്മിറ്റഡ് ആണ്. 2-3 കമ്മിറ്റഡ് ആണ്. ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ട് ഇനി ചെയ്യാനിരിക്കുന്നത്. പിന്നെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അപ്പോൾ എന്തെങ്കിലും ആയിത്തീരട്ടെ. നമ്മളെ സിനിമകളിൽ അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്തായാലും അവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സെറ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും എന്താ പറയുക വൾണറബിൾ ആയിട്ടുള്ളതോ ഫണ്ണായിട്ടുള്ളതോ എന്തെങ്കിലും? ഫണ്ണായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ സിനിമയിൽ കുതിരയുണ്ട്, കുതിര ത്രൂ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ കുതിര പെട്ടെന്ന് പിടിച്ചാൽ നിൽക്കുന്ന ഒരു കുതിരയല്ല അത്. അതിന് മേയ്ക്കൽ വലിയൊരു പണിയാണ്. അതിൻ്റെ ട്രെയിനർക്ക് പോലും മര്യാദയ്ക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ അതിനെ നമ്മളെ സിനിമയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്റ്റണ്ട് ഡ്യൂപ്പ് ആക്ടർ ഉണ്ട് തമിഴിൽ, തങ്കമുത്തു എന്ന് പറഞ്ഞിട്ട്. അയാൾ എല്ലാ സിനിമകളിലും കാണാം സൈഡിൽ അടി വാങ്ങാൻ വരുന്ന ഒരു ഡ്യൂപ്പായിട്ടൊക്കെ നിൽക്കുന്ന ആൾ, പോവുക പൊട്ടിക്കുക, ഗ്ലാസ് പൊട്ടിക്കുക, അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുന്ന ആൾ. പക്ഷെ അദ്ദേഹത്തിന് നമ്മളിവിടെ ഒരു നല്ലൊരു ക്യാരക്ടർ റോൾ കൊടുത്തിരുന്നു. മൂപ്പര് നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്തിരുന്നു. ഇതിൻ്റെ അകത്ത് മൂപ്പരാണ് എപ്പോഴും അതിനെ ഓടിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അതുമായിട്ട് ഇണങ്ങി നിന്നിരുന്നു. ഒരു ദിവസം രാവിലെ നമുക്ക് ഓഫീസിൽ പോയി ഇത് കൊണ്ടുതരുമല്ലോ, പിന്നെ ചായ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ പോയി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങളെ കുതിരേനെ ആളെ കാണുന്നില്ല, അത് ഓടിപ്പോയി എന്ന് പറഞ്ഞു. അതായത് 4:30-5 മണിക്ക് വന്നിട്ട് 5:30-5 മണി കുതിര പോയോ, കുതിരേനെ കാണുന്നില്ലെന്നോ. കുതിരേനെ പിന്നെ അന്വേഷിക്കലാണ് എല്ലാവരും. കുതിര എവിടെ പോയി, അതായത് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് അവിടെ നിന്ന് പോയി. പിന്നെ കുറച്ചേയും കൊണ്ട് അപ്പം ഞാൻ പ്രൊഡ്യൂസറൊക്കെ അല്ലേ, ഇതിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമായില്ലേ. ഞങ്ങളാകെ ടെൻഷനിലായി, ഇതെവിടെയോ പോയതെന്ന് അറിയില്ല. അപ്പോൾ സാറേ കിട്ടി ഫയർഫോഴ്സ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫയർഫോഴ്സാണ്. അപ്പോൾ ഇത് കുതിര ഇങ്ങനെ പോയിട്ട് ഏതോ പെട്രോൾ പമ്പിൽ പോയി. അപ്പോൾ പെട്രോൾ പമ്പുകാരൻ ഈ കുതിര ഇങ്ങനെ കറങ്ങി കളിക്കുന്ന കണ്ടിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്ന് കുതിരേനെ തളച്ചിട്ട് നിൽക്കുക, ഇതേതോ കുതിരയെന്നറിയാതെ. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ കുതിരക്കാരൻ ട്രെയിനർ ഓൻ ഉറങ്ങിപ്പോയി പോലും, ഓൻ കണ്ടില്ല ഇത് അഴിച്ചിട്ട് പോയത്. അവനങ്ങനെ എന്നിട്ട് രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ട് കുതിരേനെയും കൂട്ടിയിട്ട് വന്നു, പെട്രോൾ പമ്പ് വന്ന്. അങ്ങനെയുള്ള ഒരു ഭയങ്കര ടെൻഷനായി പോയിരുന്നു. ഈ കുതിര എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തോ പടാടെ നിൽക്കും. അതോടുകൂടി അതെല്ലാം സംഭവം. നല്ല ഭംഗിയുള്ള കുതിരയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടി പോകുമ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കും. നല്ല രസമായിരുന്നു, നല്ല ചെമ്പൻ കളർ, നല്ല രസമായിരുന്നു അത് കാണാൻ. ഈ ലാസ്റ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ലാസ്റ്റ് ഡേ പാക്കപ്പ് ഒക്കെ പറഞ്ഞ് പോകുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? എന്തായിരുന്നു? എനിക്ക് അതിന് ഭയങ്കര പ്രശ്നം. എനിക്ക് കാരണം ഫസ്റ്റ് മൂവിയാണ്, ഇങ്ങനെയാണ്, നമ്മുടെ ഒരു ഫാമിലി പോലെ ആയിരുന്നു അവിടെ. നമുക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ കുറച്ച് ദിവസം വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് ഇതിൽ നടന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഏത് ലൊക്കേഷനിൽ പോയാലും ആ ഒരു 3-4 ദിവസമാണെങ്കിൽ പോലും നമുക്കുണ്ടാവും. പക്ഷെ ഇത് അത്രയും ദിവസം നിന്നിട്ട് നമ്മൾ ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. ഞാൻ കരഞ്ഞിട്ട് വരെയുണ്ട്, എനിക്ക് മിസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കും, അയ്യോ എനിക്ക് നമ്മുടെ സെറ്റൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ വർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ മെസ്സേജ് ഒക്കെ അയക്കും. എന്നാലും നമുക്ക് ആ ഒരു സെറ്റ് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. അത്ര നല്ല ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു, കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം പൈസ ഒരുപാട് പൊട്ടി, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പൊട്ടി. അപ്പൊ അത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. ഒരു പ്രൊഡ്യൂസറുടെ രോദനമാണത്. പക്ഷെ ഞങ്ങളൊരു ആക്ടേഴ്സിന്റെ രോദനം വേറെയാണ്. അതായത് നമുക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നല്ല, ഇവർക്ക് എന്ന് വെച്ചാൽ കാശ് പൊട്ടി, അയ്യോ ഈശ്വര ഇങ്ങനെയാണല്ലോ ഒരു പ്രശ്നമാണ് അല്ലേ. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും, ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കൂടുതൽ ബഡ്ജറ്റൊക്കെ പോയി. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ പൂർത്തിയാക്കി. അത് ഇനിയുള്ള പ്രൊമോഷൻസിൽ നമുക്ക് ഡയറക്ടർ സാറിനെ കാണാനായിട്ട് പറ്റുമോ? ഡയറക്ടറോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള നമ്മുടെ നിന്ന് വാങ്ങി ഓവറായിട്ടുള്ള എക്സ്പെൻസ് കയറിയതും അത് പിന്നെ നമ്മൾ ബഡ്ജറ്റ് സിനിമയുടെ ഭാഗമായി മിസ്റ്റേക്ക്. അതെ കാരണം വെച്ചാൽ നമ്മുടെ സിനിമക്ക് ബഡ്ജറ്റ് പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ അങ്ങനെ നമ്മളോട് ഒളിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റി, ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റിനോടൊക്കെ പറഞ്ഞാൽ അത് നടക്കും. ആ രീതിയിൽ വളരെ ലാഘവത്തോടെ അദ്ദേഹം സിനിമയെ സമീപിച്ചു. ഒരു പ്രൊഡ്യൂസറോട് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയണം, അത് സംസാരിച്ചില്ല, അത് ഒളിപ്പിച്ചു വെച്ചു, അത് നടന്നോളൂ എന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ എന്തായാലും സിനിമ സംഭവിച്ചു, നമുക്ക് അത് ഞാൻ അത് വലിയ വിഷയമാക്കി കാണുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ തന്നെയുള്ള വേറൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറോട് വേറൊരു പ്രൊജക്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്
അത് നമ്മൾ വേറെ ആരും പോലും അറിയിക്കാതെ പൈസകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് വലിയൊരു ഭീമമായ തുക ഇപ്പോൾ ഓൾറെഡി അവരുടെ അദ്ദേഹത്തിൻ്റെ അത് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ പുതിയ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കഴിവൊന്നും അയക്കില്ല. അല്ല, അതിപ്പോൾ സംസാരിച്ചപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു നമുക്ക് വരണം, ഇന്ന് സംസാരിക്കണം. അദ്ദേഹം മുഖം തരുന്നില്ല നമുക്കാർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളധികം അദ്ദേഹം താല്പര്യമുണ്ടെങ്കിൽ വരണം, അന്ന് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യണം. അത് തന്നെ നമ്മൾ പറയുന്നുള്ളൂ. അത് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഞാൻ കേട്ടായിരുന്നു സന്ധ്യ മാം പറഞ്ഞ് സാർ നന്നായിട്ട് മിമിക്രി ചെയ്യും, പാട്ട് പാടുമെന്നൊക്കെ സെറ്റിലാണെങ്കിലും. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും ഒരു മിമിക്രി. മിമിക്രി ഞാൻ അക്ഷയ് കുമാറിൻ്റെ ശബ്ദം എടുക്കാം. അക്ഷയ് കുമാറിൻ്റെ ഞാൻ കോമഡി ഉത്സവത്തിലൊക്കെ സ്പോട്ട് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശബ്ദം എടുക്കാം. हाय, दिस इज अक्षय कुमार. मैं अक्षय कुमार बात कर रहा हूँ. नाम 72, जिला मलकानपुर, गाँव तासी. सर पे हाथ रबदा और हाथ में 786. मैं ये भी नहीं जान पाया कि तुम मेरे बारे में क्या सोचते हो. मैं ये भी नहीं जान पाया कि तुमसे शादी करना चाहती हो नहीं. लेकिन मैं इतना ज़रूर जानता हूँ, मैं तुमसे प्यार करता हूँ और तुमसे शादी करना चाहता हूँ. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയായിരിക്കും നമ്മുടെ സെറ്റിലെ പോകും, ഇതൊക്കെ ഞങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. ശരിക്കും കേട്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഫേസിൽ നോക്കാതിരിക്കുമ്പോൾ ശരിക്കും കിട്ടും. അല്ലാതെ നോക്കിയിരിക്കുമ്പോൾ സാറാ കുറവാണ് മിമിക്രി. കാരണം വെച്ചാൽ തിയേറ്ററിൽ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കത് സ്വാധീനിക്കുന്നുണ്ട്. ആക്ടിങ്ങിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അറിയാണ്ട് ഇപ്പം ഡയറക്ടർ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പോകും, ക്യാരക്ടർ ആവാതെ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എപ്പോഴും. മിമിക്രിക്കാർക്ക് എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഏത് മിമിക്രി ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും സിനിമയിൽ വന്നിരിക്കുന്ന അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും നമ്മൾ മെല്ലെ മെല്ലെ. അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടീസിൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. ഇവർ രണ്ടുപേരുള്ളത് കൊണ്ട് ഓരോരുത്തരും ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. ഓരോരുത്തർ ഇപ്പം വേണമെങ്കിൽ നമ്മളെയും കാണിക്കും. അങ്ങനെയൊക്കെയാണ് അവർ. നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സന്ധ്യ മാമിന് മിമിക്രി ചെയ്യാൻ അറിയോ? എനിക്കറിയില്ല. അറിയുന്ന കാര്യമല്ലോ പറയേണ്ടത്. ഞങ്ങൾ ഇവർ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര ഫണ്ണായിരുന്നു ഇവർ കേട്ടോ. അപ്പോൾ സമയ്ക്കാണെങ്കിലും അനുപേട്ടനാണെങ്കിലും നന്നായിട്ട് പാട്ട് പാടും, മിമിക്രി ചെയ്യും. നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ വരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടായിരിക്കുക ഫ്രീ ഉള്ള ടൈമിലൊക്കെ. അങ്ങനെയാണ്. പ്രാക്ടീസ് ഇല്ലാതെ ചെയ്തിട്ട് ഇത്ര അടിപൊളി അല്ലേ? ഇത് കുറെ ഓടിയിട്ടുണ്ട് അക്ഷയ് കുമാർ. അതുകൊണ്ടാണ് അതാണ് കിടക്കുന്നത്. ഒരു പാട്ട് കൂടെ പാട്ടോടാ. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്തു സുഖം, സഖറാത്തുൽ മൗത്ത് രസം. ഓക്കെ, ഒരു ഓൾറൗണ്ടർ ആണല്ലേ? അതെ, തീർച്ചയായിട്ടും. നല്ല ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, മിമിക്രിക്കാരനാണ്, സിംഗറാണ്, ഡാൻസും ചെയ്യും. പിന്നെ ഡാൻസ് കളിക്കാൻ പറയുന്നതല്ലേ. അപ്പോൾ നെക്സ്റ്റ് മൂവിയിൽ പാട്ടും പാടാം. അല്ല, ഈ സിനിമയിൽ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ തമിഴിൽ ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് ഇതിലൊരു പാട്ടുണ്ട്, ഞാൻ എഴുതിയ പാട്ട്. ഞാൻ വേണമെങ്കിൽ 2 ലൈൻ പാടാം. കണ്ണിൽ വിരിയും കാഴ്ചകളെല്ലാം തക്കം പാർത്തിരിക്കുന്നു, ചോര കുടിക്കും അട്ടകളായി നിനക്ക് ചുറ്റും അവരുണ്ട്, കാടും മലയും പുഴയും താണ്ടി നീ ചെന്നെത്തും വഴിയെല്ലാം ചോണനുറുമ്പുകൾ നിന്നെ തേടി നിനക്ക് ചുറ്റും നിൽപ്പുണ്ട്, നിന്നെ തഴുകും തെന്നൽ പോലും നിന്മതഗന്ധം നുണയുന്നു, കൊത്തിവലിക്കും കഴുകന്മാരായി നിന്നരികത്തായി അവരുണ്ട് എന്നൊരു തീം സോങ് പോലെ പോകുന്നതാണ്. അത് ഞാൻ എഴുതാം. പാടിയിട്ടുണ്ട്. അത് തമിഴിൽ ആക്കിയപ്പോൾ തമിഴിൽ ഇറക്കി ഞാൻ പാടിയിട്ടുണ്ട്. അത് ഒരു കോറസ് സോങ് ആണ്. അത് 3 പാട്ടുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്ത് ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്, ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്, 3ാമത്തത് ഞാനാണ്. ആദ്യത്തെ പാട്ട് പാടിയത് ഹരിചരനാണ്, ഒരു റൊമാൻറ്റിക് സോങ്. പിന്നെ വേറൊരു പാട്ട് പാടിയിരിക്കുന്നത് വേറൊരു പുതിയ ഒരു സിംഗറാണ്, പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഓഡിയൻസിനോട് നിങ്ങളുടെ മൂവിയെ പറ്റി പറയാനുള്ളത്? രക്ഷിക്കുക, ഇത്രേ നമുക്ക് പറയാനുള്ളൂ. പുതിയ ആൾക്കാരാണ്, നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും, ഞാൻ 100% പറയുന്നു, കണ്ടിട്ട് അയ്യേ ഇതെന്തോ സിനിമയാണ്, കുറേ പുതിയ ആൾക്കാർ വന്നിട്ട് വെറുതെ പൈസ കളഞ്ഞു ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും. പക്ഷേ നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കാതെ, നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസ ഒരിക്കലും മോശമാവില്ല. അതിനുള്ളൊരു വിഷ്വൽ ട്രീറ്റും ടെക്നിക്കൽ ക്വാളിറ്റിയും ആ സിനിമയ്ക്ക് ഉണ്ടാവും. പുതിയ ആൾക്കാരുടെ അഭിനയമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കില്ല, അതും ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. ഒരു ആക്ഷൻ സർവൈവൽ ത്രില്ലറാണ്. ആ ജോണറിൽ
ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഏത് ഭാഷയിലും കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. സിനിമ എപ്പോഴും 1-2 ദിവസങ്ങളിൽ മാത്രമേ സ്റ്റാറിൻ്റെ വാല്യൂ ഉള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ഭംഗിയും അതിന് നിങ്ങൾ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. വരണം, സപ്പോർട്ട് ചെയ്യണം. ഇത്രയാണ് പറയാം. ഓക്കെ. ഇത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റിൻ്റെ കാശ് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് ഒരിക്കലും തോന്നാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. കഥ പോയി എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇത്ര തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓൾ ദി ബെസ്റ്റ് അല്ലേ നിങ്ങളുടെ മൂവിക്ക്. മാർച്ച് 14th അല്ലേ റിലീസ്? ഓക്കെ, ഞാനും കാണും. ഓക്കെ, പറയും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും നല്ല നല്ല പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ രണ്ടുപേർക്കും. ഓക്കെ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. നമ്മൾ ഫസ്റ്റ് പ്രൊമോഷൻ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആങ്കറാണ് നിങ്ങൾ, ഇന്റർവ്യൂറാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.